മതഘടനകളുടെ നിയന്ത്രണത്തിലാണ് ഇറാൻ. പക്ഷേ ഇറാനുള്ളിൽ ഒരു പരിഷ്കരണ വിഭാഗമുണ്ട്. അപ്പോൾ കുടുംബവാഴ്ചയ്ക്കെതിരെ ഉണ്ടായ ഒരു പ്രക്ഷോഭം കൂടിയാണ് ഇസ്ലാമിക വിപ്ലവം. അങ്ങനെയെങ്കിൽ അയത്തുള്ള അലി ഖൊമേനിയുടെ പുത്രൻ മൊജ്തബ ഖൊമേനിക്ക് എങ്ങനെയാണ് പിൻഗാമിയാകാൻ കഴിയുക? അതുകൊണ്ടാണ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പിൻഗാമിയായി മൊജ്തബ വരുന്നതിനോട് അനുകൂലമായിട്ടല്ല അലി ഖൊമേനി പ്രതികരിച്ചിരുന്നത്. ഭരണമാറ്റം ആവേശത്തോടെ കാണുന്ന ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചുണക്കുട്ടി വന്നിരിക്കുന്നു, അമേരിക്കയ്ക്ക് മറുപടി കൊടുക്കാൻ. വലിയ ദുഃഖാർത്തനായ ഒരു വ്യക്തിയാണ്, പ്രതികാരദാഹിയാണ്. അങ്ങനെയുള്ള ആളിൻ്റെ റിസോൾവ് ഭയങ്കരമായിരിക്കും. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി നേരിടുന്ന വ്യക്തിയാണ് മൊജ്തബ ഖൊമേനി എന്നുകൂടി ഈ തരുണത്തിൽ ഓർക്കുക. പക്ഷേ ഏറ്റവും അപകടകാരി മകൻ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. മൊജ്തബ ഖൊമേനിയാണ് അതിനേക്കാൾ അപകടകാരി. പിതാവ് ചില തന്ത്രപരമായ മര്യാദകൾ പാലിച്ചിരുന്നു. അയത്തുള്ള അലി ഖൊമേനിയുടെ മകനെ വക വരുത്തിയാലല്ലാതെ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷവും മറ്റൊരു വ്യക്തിത്വം ഉണ്ടാകാം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടതോടെ രാജ്യത്തെ ഉന്നത നേതൃത്വത്തിനുള്ളിൽ കടുത്ത ഭിന്നതകൾ രൂപപ്പെടുന്നതായി റിപ്പോർട്ടുകൾ. അമേരിക്കയും ഇസ്രായേലുമായുള്ള യുദ്ധം 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഭരണ നേതൃത്വത്തിലുള്ള മിതവാദികളും തീവ്ര നിലപാടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ ഇറാൻ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. തിടുക്കപ്പെട്ട് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ പ്രതിസന്ധി മറികടക്കാനാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാൻ ഭരണകൂടത്തിൽ ഭിന്നത എന്ന വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. ആദ്യം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞ സംഭവം പിന്നീട് മാറ്റി പറയേണ്ടി വന്നു. ഇപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമേനിയെ തെരഞ്ഞെടുത്തതിൽ എതിർപ്പൊഴുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. ഇത് യുദ്ധതന്ത്രമാണോ അതോ ശരിക്കും ഭിന്നതയാണോ? ഒരു ഭിന്നത ഏത് സിസ്റ്റത്തിനകത്തും സ്വാഭാവികമാണ്. ഒരു രാജ്യത്തിനുള്ളിൽ 2 ചിന്താഗതിക്കാരുണ്ടാകാം, 2-ലധികം ചിന്താഗതിക്കാരും ഉണ്ടാകാം. പൊതുവെ ഇറാനിൽ കാണുന്നത് പൊതുവെ മതഘടനകളുടെ നിയന്ത്രണത്തിലാണ് ഇറാൻ. പക്ഷേ ഇറാനുള്ളിൽ ഒരു പരിഷ്കരണ വിഭാഗമുണ്ട്. അവർ മതവിശ്വാസികളാണ്. പക്ഷേ മതം പൂർണ്ണമായി രാഷ്ട്രീയത്തിന് മേൽ ഇങ്ങനെ പത്തി വിരിച്ച് നിൽക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന, മതഘടനകൾ തന്നെ പ്രായോഗികമായി കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് ചിന്തിക്കുന്ന, ഗവൺമെൻറ് ഘടന തന്നെ പരിഷ്കരിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇറാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പലപ്പോഴും നടക്കുന്നത് 2 വ്യക്തികൾ, മിതവാദി വിഭാഗത്തെ നയിക്കുന്ന ഒരു വ്യക്തിയും കുറച്ചുകൂടി കൺസർവേറ്റീവ് വിഭാഗത്തെ അല്ലെങ്കിൽ റാഡിക്കൽ കൺസർവേറ്റീവ് വിഭാഗത്തെ നയിക്കുന്ന മറ്റൊരു വ്യക്തിയും തമ്മിലാണ്. ഒരുപാട് പേര് മത്സരരംഗത്തേക്ക് വരും. പക്ഷേ 2 ഭാഗത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അയത്തുള്ള എന്ന് പറയുന്ന പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ആയിരുന്നല്ലോ ഇതുവരെ, അദ്ദേഹം അനുവദിക്കുന്ന 2 പേര് അവസാന ഘട്ടത്തിൽ മത്സരിക്കും. അതിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു വന്നത് മിതവാദികളുടെ നോമിനിയായ മസൂദ് പെസഷ്കിയാൻ ആണ്. പക്ഷേ അതിനർത്ഥം ആ പ്രസിഡന്റ് ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി നടന്നുകൊള്ളണമെന്നില്ല. ആത്യന്തികമായി അയത്തുള്ള അലി ഖൊമേനി തന്നെയാണ് കൽപ്പനകൾ കൊടുക്കേണ്ടത്. ആ കൽപ്പനകളുടെ പിന്നിൽ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുത്രൻ, പ്രത്യേകിച്ച് ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ പലപ്പോഴും ഒളിച്ച് നിന്നിട്ടുള്ള, ഇപ്പോൾ മാത്രം മുഖ്യധാരയിൽ വന്ന അയത്തുള്ള അലി ഖൊമേനിയുടെ മകൻ മുജ്തബ ഖൊമേനി ആണ്. മുജ്തബ നമുക്കറിയാമല്ലോ, മുജ്തബ വളരെ വൈകി മുഖ്യധാരയിലെത്തിയ ഒരാളാണ്. അദ്ദേഹം ഒരു റിലീജിയസ് ക്ലറിക്കായി, ഒരു മത പുരോഹിത പഠനത്തിനായി തിരഞ്ഞെടുത്ത വയസ്സ് വളരെ വൈകിയാണ്. 30 വയസ്സിലാണ് മതപഠനം തുടങ്ങുന്നത്. അപ്പം അദ്ദേഹം ആദ്യം ഒരു ഇറാഖ് യുദ്ധത്തിൽ വളരെ ടീനേജ് കാലഘട്ടത്തിൽ, അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ മുജ്തബ ഖൊമേനി പങ്കെടുത്തുകൊണ്ടാണ് പൊതുരംഗത്തേക്കുള്ള മുജ്തബയുടെ ഒരു വരവ്. അതിനുശേഷം IRGCയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ടെങ്കിലും IRGCയുമായിട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ് മുജ്തബ ഖൊമേനി. അപ്പോൾ IRGCക്ക് വളരെ പ്രിയങ്കരനാണ്. അതുമാത്രമല്ല 2015 വർഷം ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു മുജ്തബ ഖൊമേനിയുടെ. കാരണം അന്നാണ് മുഹമ്മദ് അഹമ്മദി നിജാദ് എന്ന ഒരു തീവ്ര നിലപാടുകാരനായ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നത്. അതിന് പിന്നിൽ ചരട് വലിച്ചത് മുജ്തബ ഖൊമേനിയാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു 2019. അപ്പോൾ ഇതെല്ലാം
അട്ടിമറിയാണ്. ഇലക്ഷൻ തന്നെ, അതായത് അഹമ്മദി നെജാദിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം തന്നെ ഈ ചില അട്ടിമറിയാണ്, മതഘടനകൾ അട്ടിമറിച്ച് അങ്ങനെ നേടിയെടുത്ത വിജയമാണ് എന്ന മട്ടിൽ വലിയ ആരോപണങ്ങൾ വരികയും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തു. അത് നിഷ്കരണം അടിച്ച് അമർത്താൻ കൽപ്പന കൊടുത്തത് മുജ്തബ ഖൊമേനിയാണ് എന്നാണ് പിന്നാമ്പുറ സംസാരം. അപ്പോൾ ആ രണ്ട് സമയത്തും അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, 2022 മാഷ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, അത് മാഷ അമിനിയുടെ കൊലയിൽ കലാശിക്കുകയും ജനം തെരുവിലിറങ്ങുകയും ചെയ്തു. ഒരിക്കൽ കൂടി 2022 അന്നും നിഷ്കരണം ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സൈന്യത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടായത് ഈ മുജ്തബ ഖൊമേനിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അത്ര അങ്ങോട്ട് അംഗീകരിക്കാവുന്നതല്ല. അത് മാത്രമല്ല, മറ്റൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. ഇറാൻ്റെ ഒരു വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു? കുടുംബ വാഴ്ച അവസാനിപ്പിക്കുക. ഷായുടേത് കുടുംബ വാഴ്ചയാണ്. അപ്പോൾ കുടുംബ വാഴ്ചയ്ക്കെതിരെ ഉണ്ടായ ഒരു പ്രക്ഷോഭം കൂടിയാണ് ഇസ്ലാമിക വിപ്ലവം. അങ്ങനെയെങ്കിൽ അയത്തുള്ള അലി ഖൊമേനിയുടെ പുത്രൻ മുജ്തബ ഖൊമേനിക്ക് എങ്ങനെയാണ് പിൻഗാമിയാകാൻ കഴിയുക? അതുകൊണ്ടാണ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പിൻഗാമിയായി മുജ്തബ വരുന്നതിനോട് അനുകൂലമായിട്ടല്ല അലി ഖൊമേനി പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. ഇറാൻ ശക്തമായ നേതൃത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നു. തീവ്രവാദ വിഭാഗങ്ങളാണ് IRGCയെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയെങ്കിൽ IRGCയുടെ കൂടി സൈന്യത്തിൻ്റെ കൂടെ മേൽ കർശനമായ സ്വാധീനമുള്ള ഒരാൾ വരണം. തീവ്രമായ റാഡിക്കൽ അല്ലെങ്കിൽ തീവ്ര നിലപാടുകാരനായ ഒരാൾ വരണം. എങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ ആവൂ. അപ്പോൾ പിന്നെ കവിനീതി എന്ന നിലയിൽ അമേരിക്ക കൊലപ്പെടുത്തിയ അലി ഖൊമേനിയുടെ മകനെ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്, പിന്തുടർച്ചാവകാശം എന്നതല്ല, ഈ സമയത്ത് വേണ്ടത് ശക്തമായ നേതൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വളരെ അടുത്ത് നിന്നുകൊണ്ട് വർഷങ്ങളായി കാണുകയും എന്നാൽ കാര്യമായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാതിരിക്കുകയും ചെയ്ത അയത്തുള്ള മുജ്തബ ഖൊമേനി ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. പരമോന്നത നേതാവായി അദ്ദേഹത്തെ ഏത് നിമിഷവും അമേരിക്ക കൊലപ്പെടുത്താം. പക്ഷേ അതീവ സുരക്ഷാ സംവിധാനത്തിനുള്ളിലായിരിക്കണം മുജ്തബ ഖൊമേനിയുടെ ഒരു സാന്നിധ്യം ഉള്ളത്. അതുകൊണ്ടാണ് മിതവാദികളെക്കാൾ ഇപ്പോൾ യുദ്ധസമയത്ത് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്നത് തീവ്ര മനസ്സുള്ള ഇറാനിയൻസിന് തന്നെയാണ്. അത് രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം. പക്ഷേ യുദ്ധസമയത്ത് ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധമൊന്നും കാര്യമായി ഉണ്ടായിട്ടില്ല എന്നതുകൂടി ഇക്കാര്യത്തിൽ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം വിലയിരുത്തുന്നത് തീവ്ര ഒരു ചിന്താഗതിക്കാരുടെ കയ്യിലാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ പുതിയ ഭരണം എന്ന് കൃത്യമായി വിലയിരുത്താവുന്നതാണ്. ഈ മുജ്തബയെ പരമോന്നത നേതാവാക്കിയതിൽ ജനങ്ങളിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുള്ളതായ റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണത്രേ. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു ക്യാമ്പയിനാണോ? സ്വതന്ത്ര മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഇറാൻ ഉള്ളിൽ നിന്ന് 2 തരം ചിത്രങ്ങളാണ് പുറത്തേക്ക് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. അയത്തുള്ള അലി ഖൊമേനിയുടെ മരണം അല്ലെങ്കിൽ ആക്രമണത്തിൽ കൂടി കൊല ചെയ്യപ്പെട്ടത്, അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയതായി ചില ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അത് കോണ്ടെക്സ്റ്റ് അത് തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാനാവില്ല. പക്ഷെ മറുഭാഗത്ത് ഏറെ ആളുകൾ, പതിനായിരങ്ങൾ അലി ഖൊമേനിയുടെ വധത്തിൽ ദുഃഖം പൂണ്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധ റാലികൾ, ഘോഷയാത്ര നടത്തുന്ന രംഗവും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒപ്പീനിയൻ ഈസ് ഡിവൈഡഡ് വിത്തിൻ ഇറാൻ, അക്കാര്യത്തിൽ സംശയമില്ല. അപ്പം ഇവിടെ മുജ്തബ പിൻഗാമിയായി വരുമ്പോൾ 2 തരത്തിലും ആളുകൾ പ്രതികരിച്ചേക്കാം. ഒരു വിഭാഗം ആളുകൾ വീണ്ടും ഇത് മതഘടനകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കപ്പെടുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സമാധാനമായി ജീവിക്കാവുന്ന, പുറത്തേക്ക് വെളിയിലേക്ക് മുഖം കാണിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നില്ല, അത് വലിയ പ്രതിഷേധാർഹമായ കാര്യമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ അവർ തെരുവിലിറങ്ങിയാൽ അവരടിച്ചമർത്തപ്പെടില്ല എന്താണ് ഉറപ്പ്? അതുകൊണ്ട് അവർ സംയമനം പാലിച്ച് സാധാരണ വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കുകയോ, വലിയ പ്രക്ഷോഭം, യുദ്ധകാലമാണ്, അങ്ങനെ പ്രക്ഷോഭം നടത്താവുന്നൊരു അന്തരീക്ഷമില്ല എന്ന് ഓർക്കണം. മറുപക്ഷത്ത് ഈ ഭരണമാറ്റം ആവേശത്തോടെ കാണുന്ന ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചുണക്കുട്ടി വന്നിരിക്കുന്നു, അമേരിക്കയ്ക്ക് മറുപടി കൊടുക്കാൻ. ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ വധിക്കപ്പെട്ടു, മുജ്തബ ഖൊമേനിയുടെ ഭാര്യ വധിക്കപ്പെട്ടു. അതായത് ഒരു യുദ്ധ 48 പേര് മരിച്ചതിനൊപ്പം തന്നെ പിതാവ് മരണപ്പെട്ടു, ഭാര്യ മരിച്ചിരിക്കുന്നു, മകൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ വലിയ ദുഃഖാർത്തനായ ഒരു വ്യക്തിയാണ്, പ്രതികാരദാഹിയാണ്. അങ്ങനെയുള്ള ആളിൻ്റെ റിസോൾവ് ഭയങ്കരമായിരിക്കും. അമേരിക്കയ്ക്കെതിരെ പൊരുതി നിൽക്കാൻ അവസാന ശ്വാസം വരെയും അദ്ദേഹത്തിന് പറ്റുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ക്രിട്ടിക്സ് പറയുന്നത് അദ്ദേഹത്തിന് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ബ്രിട്ടനിലും ജർമ്മനിയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും അകലെ കാനഡയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ നിക്ഷേപങ്ങളുണ്ട്. അദ്ദേഹം വലിയ ഒരു ധനവാനാണ്. അത് രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കൊള്ളയടിച്ച്
ചീർത്ത് വീർത്ത ഒരു ധനവാനാണ്, അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പിന്നെ വെർട്ടിക്കലി ഡിവൈഡഡ് ആണ് ഇറാൻ ഉള്ളിൽ തന്നെ അഭിപ്രായം. ഇത് പാശ്ചാത്യ ചേരി ഇദ്ദേഹത്തിനെതിരായി വരുന്ന ആ ഒരു അഭിപ്രായ പ്രകടനങ്ങളെ ആംപ്ലിഫൈ ചെയ്ത് വലിയ ധിക്കാരിയും അഹങ്കാരിയും കൊള്ളരുതാത്തവനും ക്രൂരനും ഏകാധിപതിയും ഒക്കെയായി മുജ്തബ ഖൊമേനിയെ ചിത്രീകരിക്കുന്നത് യുദ്ധത്തിൻ്റെ തന്ത്രം തന്നെയാണ്. പക്ഷേ സത്യം ഇതിനിടയിൽ എവിടെയോ ആണ്. ഒരു ദേശീയവാദി തന്നെയാണ് ഇറാൻ്റെ നേതാവ്. കാരണം അദ്ദേഹം വധിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ തീർച്ചയായും അമേരിക്കയുടെ ആക്രമണം, ഇസ്രായേലിൻ്റെ ആക്രമണം ആ വ്യക്തിയെ കൂടെ അങ്ങനെ തന്നെയാണ് മുൻകാലങ്ങളിൽ നടന്നത്. ആരെല്ലാം കണ്ണായ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നോ അവർക്കെതിരെ, അത് ആണവശാസ്ത്രജ്ഞന്മാരാകട്ടെ, അത് രാജ്യത്തിൻ്റെ ഭരണ അധികാരികളാകട്ടെ, സൈന്യത്തിൻ്റെ തലപ്പത്തുള്ളവരാകട്ടെ, IRGCയുടെ തലപ്പത്തുള്ളവരാകട്ടെ, അവരെല്ലാം തന്നെ വധിച്ച ഒരു പാരമ്പര്യമാണുള്ളത്. അതുകൊണ്ട് ഹൈ റിസ്ക് ലോകത്ത് ഇന്ന് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി നേരിടുന്ന വ്യക്തിയാണ് മുജ്തബ ഖൊമേനി എന്നുകൂടി ഇത്തരണത്തിൽ ഓർക്കുക. ഇവിടെ ഒരേ സമയം നിരവധി രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് ഇറാൻ. മുജ്തബ യുദ്ധത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ അതിൽ എന്തെങ്കിലും തന്ത്രപരമായ മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? മുജ്തബ ഒരു കണ്ടിന്യൂവിറ്റി തന്നെയാണ്, കണ്ടിന്യൂവിറ്റിയുടെ തുടർച്ചയുടെ പ്രതീകമാണ്. യഥാർത്ഥത്തിൽ അയത്തുള്ള അലി ഖൊമേനി ജീവിച്ചിരുന്നപ്പോഴും യഥാർത്ഥ തീരുമാനങ്ങൾ എടുത്തിരുന്നത് മുജ്തബ ഖൊമേനിയാണ് എന്നാണ് പൊതുവെയുള്ള സംസാരം. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടെങ്കിലും മുജ്തബ ഖൊമേനിയുടെ കയ്യിലെത്തിയ തീരുമാനങ്ങൾ അത് സ്ഫുടം ചെയ്തെടുത്ത് അയത്തുള്ള ഖൊമേനി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്ന് കരുതുന്നവരാണ് ഏറെ. അതുകൊണ്ട് ഒരു മാറ്റവും വന്നിട്ടില്ല. ഭരണകൂടത്തിൻ്റെ തലപ്പത്തൊരു വ്യക്തി മാറി എന്നല്ലാതെ ഭരണകൂടത്തിൻ്റെ രീതിശാസ്ത്രം മാറിയിട്ടേയില്ല. ഒരു കൺസർവേറ്റീവ് ക്ലറിക്സൊക്കെ നയിക്കുന്ന, റിലിജിയസ് ഹൈറാർക്കി നയിക്കുന്ന പൂർണ്ണ യാഥാസ്ഥികമായ ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് ഇപ്പോൾ മുജ്തബ ഖൊമേനി വന്നിരിക്കുന്നു എന്നതാണ് കാണുന്നത്. അല്ലാതെ കാര്യമായ ഒരു മാറ്റവും ഇറാനിൽ സംഭവിച്ചിട്ടില്ല. ഏറെ പേര് ഭരിച്ചു എന്നത് വാസ്തവമാണ്. പക്ഷേ ആ ക്രമം മാറിയിട്ടില്ല. ആ ക്രമത്തിന് തലപ്പത്ത് മുജ്തബ ഉറച്ചിരിക്കുന്നു എന്ന് കരുതാം. അദ്ദേഹം വധിക്കപ്പെടുന്നതുവരെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അപായപ്പെടുത്തുന്നതുവരെ. അതിനു മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ അമേരിക്കയോട് സന്ധി ചെയ്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ മികവ് കാട്ടുമോ മുജ്തബ ഖൊമേനി എന്നറിയില്ല. അങ്ങനെ കാട്ടിയാൽ തന്നെ അതിനുള്ള അംഗീകാരം IRGCയിൽ നിന്ന് ലഭിക്കുമോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒപ്പീനിയൻ ഒരു സ്ട്രാൻഡിലല്ല ഒപ്പീനിയൻ പോകുന്നത്. യുദ്ധം നിർത്തണമെന്ന് ഇറാനിൽ ആഗ്രഹിക്കുന്നവരുണ്ട്, അമേരിക്കയിൽ അത് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഭരണത്തിലും ഇറാൻ്റെ ഭരണത്തിലും യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന നേതൃത്വമുള്ളപ്പോൾ ഈ മറുപക്ഷത്ത് നിന്ന് സമാധാനവാദികളുടെ ശ്രമങ്ങൾക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാകാൻ നിലവിൽ സാധ്യത കാണുന്നില്ല. ഇപ്പോൾ ഈ ഭരണ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് തന്നെ മിസൈൽ അയക്കുകയാണ് മുജ്തബ ആദ്യം ചെയ്തത്. ശരിക്കും അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ അനിൽകുമാറിന്റെ വാക്കുകൾ കടമെടുത്താൽ മൂർഖൻ പോയപ്പോൾ കരിമൂർഖൻ വന്നതുപോലെയായോ കാര്യങ്ങൾ? അങ്ങനെ കൂടി ചിന്തിക്കണം. കാത്തുകുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്നൊരു പ്രയോഗം കൂടിയുണ്ട്. അപ്പം മൂർഖനെ കൊന്നു, പത്തിക്ക് തന്നെ അടിച്ചു, തലക്കടിച്ചു. മൂർഖനായി അമേരിക്ക കണ്ട ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടു. പക്ഷേ ഏറ്റവും അപകടകാരി മകൻ തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. മുജ്തബ ഖൊമേനിയാണ് അതിനേക്കാൾ അപകടകാരി. പിതാവ് ചില തന്ത്രപരമായ മര്യാദകൾ പാലിച്ചിരുന്നു. ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട്, സമാധാനത്തിന് ലാഞ്ചന നൽകിക്കൊണ്ട് ഒരു എൻറ്റൈസിങ് ഗെയിം പ്ലേ ചെയ്യാൻ മിടുക്കനായിരുന്നു പിതാവായ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖൊമേനി. പക്ഷേ കുറച്ചുകൂടി ഹാർഡ് ലൈൻ ഒരു ആറ്റിറ്റ്യൂഡാണ് മുജ്തബയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം മുജ്തബയെക്കുറിച്ച് ഈ വളരെ അടുത്ത സമയത്താണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കണക്ഷൻസിനെക്കുറിച്ചും ഇൻറ്റൻഷൻസിനെക്കുറിച്ചും ഒക്കെയുള്ള കുറച്ചുകൂടെ മിഴിവുള്ള ചിത്രങ്ങൾ വളരെ വൈകിയാണ് പ്രേക്ഷക സമക്ഷം മാധ്യമങ്ങളിലൂടെ എത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ മൂർഖൻ പോയപ്പോൾ കരിമൂർഖൻ വന്നു എന്ന് ശ്രീ അനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ നിഗമനത്തിലെത്തുന്നത് പൂർണ്ണമായി തിരസ്കരിക്കാനാവില്ല, തള്ളിക്കളയാനും ആവില്ല. മുജ്തബയെ അധികകാലം വാഴിക്കില്ല എന്നാണ് ഇസ്രായേൽ അമേരിക്ക നിലപാട്. ഇതിനിടയിൽ തന്നെ മുജ്തബയ്ക്ക് പരിക്കേറ്റു എന്ന വാർത്തകളും വരുന്നുണ്ട്. ശരിക്കും മുജ്തബയെ വാഴിക്കില്ലേ അമേരിക്ക? സ്വാഭാവികമായി അമേരിക്കയ്ക്ക് മുജ്തബയെ അംഗീകരിക്കാൻ ആവില്ല. ഡൊണാൾഡ് ട്രംപ് 2 ദിവസം മുമ്പ് കല്ലെ പിളർക്കുന്നൊരു ശാസനം നൽകി, ഞങ്ങൾ പറയുന്ന ആളെ നിങ്ങൾ നേതാവായി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാവ്, അതായത് പരമോന്നത നേതാവ്, ഞങ്ങൾക്ക് കൂടി സ്വീകാര്യനായ
ആളായിരിക്കണം, എങ്കിലേ ഞങ്ങൾ അംഗീകരിക്കൂ. അതിനുശേഷം ഞങ്ങൾ ആ പുതിയ നേതൃത്വവുമായി ചർച്ച നടത്തും, എന്നിട്ട് ഞങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെയാവും യുദ്ധം അവസാനിക്കുക. അല്ലാതെ ഒരു വഴിയുമില്ല, നിങ്ങൾക്ക് മുൻപിൽ മറ്റ് ഓപ്ഷൻസ് ഇല്ല എന്ന കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ടാണ് വി ഹാവ് ഓപ്ഷൻ, ഞങ്ങൾ 88 അംഗ സമിതി ഇറാൻ്റെ രീതി അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് അയത്തുള്ള അലി ഖൊമേനിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുത്തു. അത് അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ബോംബ് ചെയ്യും. പക്ഷേ ബോംബ് ചെയ്യാൻ ശ്രമം നടത്തിയതല്ലാതെ ആ 88 അംഗ സമിതി എവിടെയാണ് യോഗം ചേർന്നതെന്നോ, എങ്ങനെയാണ് അവർ തീരുമാനത്തിലെടുത്തതെന്നോ, അതെന്താണ് അവിടെ സംഭവിച്ചത് എന്നോ, അവർ ആക്ച്വലി ഇത്രയും പേർ ഒരുമിച്ച് അണ്ടർ വൺ റൂഫ് കൂടി എന്നോ സ്ഥിരീകരിക്കാൻ നമ്മുടെ കയ്യിലൊന്നും തെളിവുകളില്ല, അമേരിക്കയുടെ കയ്യിൽ തെളിവുകളില്ല. ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നീട് നടന്ന ആക്രമണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നടന്ന എല്ലാ ഇറാനിയൻ ആക്രമണങ്ങളും ഇൻ ദ നെയിം ഓഫ് ദ സുപ്രീം ലീഡർ, ദ ന്യൂ സുപ്രീം ലീഡർ അയത്തുള്ള മുജ്തബ ഖൊമേനി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മറ്റ് വഴികളൊന്നുമില്ല. പുതിയ നേതൃത്വത്തെ അംഗീകരിക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു, അംഗീകരിക്കും എന്ന് റഷ്യ പറഞ്ഞു കഴിഞ്ഞു, ചൈനയും പറഞ്ഞു കഴിഞ്ഞു. പുതിയ നേതൃത്വത്തെ അംഗീകരിക്കും. ഇറാൻ ജനതയ്ക്ക്, ഇറാൻ വ്യവസ്ഥയ്ക്ക് അവരുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് അമേരിക്കയുടെ തീട്ടൂരമനുസരിച്ചല്ല ഇറാൻ ജനത ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി വ്ളാഡിമിർ പുടിൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി ഇനിയും പുതിയ നേതൃത്വം ഉണ്ടാകും. അയത്തുള്ള മുജ്തബ ഖൊമേനി മരണപ്പെട്ടാൽ അടുത്ത ഒരു നേതാവ് ഉണ്ടാകും. അങ്ങനെ തുടർച്ചയായി ഈ ക്രമം തുടരുകയും ഓരോ നേതാക്കളെയും വധിക്കുകയും ചെയ്ത് അനന്തമായി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാവില്ലല്ലോ. അതുകൊണ്ട് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം അമേരിക്ക വിൽ ഹാവ് ടു ഡിസൈഡ് ദാറ്റ് ഇനഫ് ഈസ് ഇനഫ്. തങ്ങൾ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പുതിയത് നിങ്ങളായി, നിങ്ങളുടെ പാടായി, നിങ്ങൾ ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുത്തോളൂ. ഞങ്ങൾക്ക് അതേക്കുറിച്ച് അഭിപ്രായമില്ല. പക്ഷേ നിങ്ങൾ വഴിവിട്ടു പോയാൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും എന്ന താക്കീത് കൊടുത്തുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായ യുദ്ധം ഞങ്ങൾ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിൻവാങ്ങാൻ സാധിക്കും. അങ്ങനെ ഒരു സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനൊന്നും ആവില്ല. അതുകൊണ്ട് അയത്തുള്ള അലി ഖൊമേനിയുടെ മകനെ വകവരുത്തിയാലല്ലാതെ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷവും മറ്റൊരു വ്യക്തിത്വം ഉണ്ടാകാം. അതുകൊണ്ട് അനന്തമായി നീളാനാവില്ല എന്നതാണ് ഇതിൻ്റെ ബാക്കിപത്രം.